ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. സോ ഇന്ന് നമുക്ക് സ്പൈറൽ അഥവാ സ്വെൽ നോക്കാം. ഈ ഡിസൈൻ ഇല്ലാത്തൊരു ബ്രൈഡൽ ഹെന്ന കാണില്ല. ബിക്കോസ് സ്പൈറൽസ് ഹെന്ന ഡിസൈന് അത്ര റിച്ച്നെസ് ആണ് കൊടുക്കുക. പേര് പോലെ തന്നെയാണ്, സ്പൈറൽ ഷേപ്പിലാണ് ഇത് വരയ്ക്കുന്നത്. നമ്മൾ സർക്കിൾ വരക്കുന്നത് പോലെ കോൺ കൊണ്ടുവന്ന് എൻഡിലെത്തുമ്പോൾ സർക്കിളിൻ്റെ ഉള്ളിലേക്കായി ഒരു പുതിയ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സർക്കിൾ ചെറുതായി വരുമ്പോൾ ലാസ്റ്റ് ഒരു ഡോട്ട് ഇട്ടാൽ യു വിൽ ഗെറ്റ് എ ബ്യൂട്ടിഫുൾ സ്പൈറൽ. ഇത് നമുക്ക് ഡോട്ട് ഇടാതെയും ഉള്ളിലെ സർക്കിളിൻ്റെ കൗണ്ട് കുറച്ചും കൂട്ടിയും ഒക്കെ വരക്കാവുന്നതാണ്. ആൻഡ് സ്ക്വയർ ഷേപ്പിലും ട്രയാങ്കിൾ ഷേപ്പിലുമൊക്കെ ഈ ഡിസൈൻ കണ്ടുവരുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് കോമൺലി നമ്മൾ സ്പൈറലിന് മുകളിലായി ഹംസ് വരച്ചാണ് ഈ ഡിസൈൻ ചെയ്യാറ്. ഹംസ് വരക്കുന്നതിന് മുമ്പായിട്ട് സ്പൈറലിനെ 4 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ ഹംസ് വരക്കുന്നത് എങ്കിൽ യുവർ ഡിസൈൻ വിൽ ബിക്കം പെർഫെക്റ്റ്. ദെൻ സ്പൈറൽ എപ്പോഴും റൗണ്ട് വരച്ച് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സ്പൈറലിൻ്റെ സൈസും എൻഡും നമ്മൾ വിചാരിച്ചതുപോലെ കിട്ടണമെന്നില്ല. ആൾസോ സ്പൈറൽ നമുക്കൊരു ഫില്ലിംഗ് എലമെൻ്റ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ബേസായും സ്പൈറൽ യൂസ് ചെയ്യുന്നു. അതിൽ ഒന്നാണ് ഇത്. ആദ്യം ഒരു സ്പൈറൽ വരച്ച് അതിന് മുകളിലായി കോണിന് പ്രഷർ കൊടുത്ത് ഇതുപോലെ ഒരു തിക്ക് കേവ് വരച്ചാൽ യു വിൽ ഗെറ്റ് എ ബ്യൂട്ടിഫുൾ മിനി ഫ്ലവർ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്കും വരക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്പൈറലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നീളം കൂട്ടി വരയ്ക്കുന്ന ഈ ഡിസൈനെ ടെയിൽ എന്ന് വിളിക്കുന്നു. ഈ ടെയിൽ തന്നെ ചെറുതാക്കി അതിനൊരു ഫില്ലിംഗ് ടച്ചും കൂടെ കൊടുത്താൽ യു വിൽ ഗെറ്റ് ഫാൻസി സ്വിൽ. ആൻഡ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഓക്കെ എന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഐ നീഡ് യുവർ ഫീഡ്ബാക്ക്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു.